ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സദ്യ സ്പെഷ്യൽ രസമാണ്. രസം തയ്യാറാക്കാൻ നല്ല ഈസിയാണ്. ഇനി ഇത് നല്ല സ്വാദിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു ചെറുകഷ്ണം ഇഞ്ചി പൊടിച്ചരിഞ്ഞത്, 7-8 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന സവാള, 1 ടീസ്പൂൺ ചെറിയ ജീരകം, കൂടെ 1 ടീസ്പൂൺ കുരുമുളകും. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസിനെ നമ്മളൊന്ന് ചതച്ചെടുക്കുവാണ് ആദ്യം തന്നെ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സവോളയ്ക്ക് പകരമായിട്ട് കുഞ്ഞുള്ളിയും ചേർക്കാം. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. ഇനി ഇത് നമ്മൾ ചതച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി ചൂടായ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്നിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഈ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ തന്നെ നല്ല രസത്തിൻ്റെ ഒരു മണം ഇപ്പം തന്നെ വന്നു തുടങ്ങും കേട്ടോ. ഇനി ഇത് ചെറു തീയിൽ തന്നെ വെച്ച് ഒന്ന് ആ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതുപോലെ ഒരു ബ്രൗൺ കളർ കയറി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകുന്നവരെ ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളിനെ നേരത്തെ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളൊക്കെ ആയിട്ട് ഒന്ന് ചേരുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഏകദേശം ഒരു നെല്ലിക്ക മുഴുപ്പിലുള്ള പുളിയാട്ടോ ഒന്ന് എടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ അലുത്ത് വരും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിരുമിയെടുക്കുക. ശേഷം ഈ തിരുമിയെടുത്ത പുളി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് പുളിയുടെ പാകം നോക്കി രസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പുളിയിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമായിരുന്നു കേട്ടോ. കൂടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഫ്രോസൺ ആയിട്ടുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയത്തൊക്കെ രസം ചെറുതീയിൽ തന്നെ വെച്ച് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു രസത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ല രുചിയാട്ടോ. നല്ല ചൂട് ചോറിലേക്ക് ഒരല്പം രസവും കൂടി ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കറിയൊന്നും വേണ്ടി വരില്ല, അത്രയ്ക്കും ടേസ്റ്റാണേ. ഇപ്പോൾ രസം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചും കൂടെ വേവിക്കാം. മിനിമം 10 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ല മണമാട്ടോ. മണം മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നല്ല രുചിയിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഒരു അടിപൊളി രസമാണ്. ഇന്നത്തെ ഊണിന് ഒരല്പം ചെറുപയർ തോരനും മീൻ വറുത്തതും കടുമാങ്ങാച്ചാറുമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടി രസം കൂടി ആയപ്പോഴത്തേക്ക് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബോൺ അപ്പത്തീത്തോ.